കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വാർഡുകളിൽ നിന്നും വിഡ്രോ ചെയ്യുകയുള്ളൂ. വാർഡുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ടാങ്കറുകൾ ഇനിയും ഉപയോഗിക്കാം. സൗജന്യമായിട്ടാണ് കോർപ്പറേഷൻ വെള്ളവും ടാങ്കറും നൽകുന്നത്. ഈ മാല പൊട്ടിക്കൽ, പോക്കറ്റടി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള സംഘങ്ങൾ വരുന്നത്. ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ചെന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം സൂചിപ്പിച്ചു. ഒരേ സമയം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിശ്ചയിച്ച 8:30 മണിക്ക് തന്നെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് നഗരത്തിൽ 250 ടാങ്കർ വെള്ളം. എല്ലാവർക്കും നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നലെ വളരെ നല്ല രീതിയിൽ നടന്നു. പോലീസിൻ്റെയും ആറ്റുകാൽ ട്രസ്റ്റ് ഭാരവാഹികളുടെയും കണക്കനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പങ്കെടുത്ത പൊങ്കാല ആയിരുന്നു ഇന്നലെ കഴിഞ്ഞത്. ഒരു സമൂഹത്തിൻ്റെ മുഴുവനും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ പൊങ്കാല നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിന് മുൻപും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് സഹകരിച്ച എല്ലാവർക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യം ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഈ ഭരണസമിതി ചുമതലയേറ്റിട്ട് 4ാമത്തെ ദിവസം തന്നെ ഇതേ ഹാളിൽ ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പ് യോഗം നടത്തിയിരുന്നു. കോർപ്പറേഷൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാരുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റെയിൽവേ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് യോഗം ചേർത്തിരുന്നു. അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും നിലവിൽ വന്നിരുന്നില്ല. അതിൽ തന്നെ ഞങ്ങളെടുത്ത ഒരു തീരുമാനം റോഡ് ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആറ്റുകാൽ ക്ഷേത്രവും ഉത്സവവുമായി ബന്ധപ്പെട്ട റോഡുകളുടെയൊക്കെ തന്നെ ടാറിങ് ഒരു കാരണവശാലും പൊങ്കാലയുമായി അടുത്ത ദിവസങ്ങളിലേക്ക് നീട്ടാൻ പാടില്ല. അപ്പോൾ ഫെബ്രുവരി 15 മുമ്പ് തന്നെ ടാറിങ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നടപടികളൊക്കെ രേഖാമൂലമുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കുന്ന നടപടി ഞങ്ങൾ ആരംഭിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചുമതലയേറ്റു. വളരെ വലിയൊരു കൂട്ടായ യത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺട്രാക്ടർമാരെല്ലാവരും സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 15-ാം തീയതി തന്നെ 29 റോഡുകളുടെ വർക്കുണ്ടായിരുന്നതിൽ 23 റോഡുകളുടെയും പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചു. ശിവരാത്രി വന്നതുകൊണ്ട് 2 ദിവസം കൂടി, അപ്പോൾ 17-ാം തീയതിയോടുകൂടി 29 റോഡുകളുടെയും കൗൺസിലർമാർ ആവശ്യപ്പെട്ട 29 റോഡുകളുടെയും പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് 10 ദിവസം ഡൽഹിയിൽ, ഏകദേശം ഒരു 6-7 ദിവസം ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നേരെ പോയത് 14-ാം തീയതി മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പോയത് ഈ റോഡുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താനാണ്. തൃപ്തികരമായ നിലയിലായിരുന്നു അന്ന് റോഡുകളുടെ നിർമ്മാണം നടന്നത്. ഫെബ്രുവരി 17-ാം തീയതി കൊണ്ട് തന്നെ എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയായതോടുകൂടി ജനങ്ങൾക്ക് പൊങ്കാലയുമായി അടുത്തുള്ള ദിവസങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ ഇടയ്ക്കുണ്ടായ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം നേരിട്ടൊരു പ്രശ്നം വന്നു. അത് വന്ന ദിവസം തന്നെ അതിൻ്റെ തൊട്ടടുത്ത കൗൺസിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 43 കുടിവെള്ള പ്രശ്നമുള്ള വാർഡുകളിലെ കൗൺസിലർമാരും വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പരമാവധി ഒരു കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വീണ്ടും പെൻഡിങ്ങിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകക്ഷി യോഗം ചേർന്ന സർവകക്ഷി യോഗമാണ് തീരുമാനമെടുത്തത് ഒരു വാർഡിൽ ഒരു ടാങ്കർ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 52 വാർഡുകളിൽ ഓരോ ടാങ്കർ വെച്ച് കൊടുത്തു. അതൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊടുത്തു. കൗൺസിലർക്കായിരുന്നു എൻ്റെ ചുമതല. 8 ടാങ്കറുകൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വിന്യസിച്ചു. അതോടുകൂടി ആ പ്രശ്നത്തിന് കോർപ്പറേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. പൊങ്കാല ആയപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും വലിയ ടാങ്കുകൾ, താൽക്കാലിക ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് 1000കണക്കിന് ലിറ്റർ വെള്ളം അതിൽ ശേഖരിച്ചു വെച്ചു. അതിലൂടെ പൊങ്കാലയ്ക്ക് വന്നവർക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചു. ഇനി ഞങ്ങൾ നൽകിയ ടാങ്കറുകൾ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വാർഡുകളിൽ നിന്നും വിഡ്രോ ചെയ്യുകയുള്ളൂ. വാർഡുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ടാങ്കറുകൾ ഇനിയും ഉപയോഗിക്കാം. സൗജന്യമായിട്ടാണ് കോർപ്പറേഷൻ വെള്ളവും ടാങ്കറും നൽകുന്നത്. അതിലൂടെ ആ പ്രശ്നം നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ ഗവൺമെൻറ് തലത്തിൽ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രിയും ദേവസ്വം മന്ത്രിയും നടത്തിയ മീറ്റിങ്ങുകൾ, ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ റിവ്യൂ മീറ്റിംഗ്,
ആ മീറ്റിങ്ങുകളിലൊക്കെ നടന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ നന്നായിട്ട് സഹകരിച്ച് തന്നെയാണ് ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി സാധ്യമായത്. അത്തരത്തിൽ ഗവൺമെൻറ് തന്നെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇതിൽ ഇപ്പോൾ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുഴുവൻ ജീവനക്കാരും കൈമെയ് മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പൊങ്കാലയുടെ വിജയം. അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാരും ഒരുമിച്ച് പൊങ്കാലയുടെ എല്ലാ ആവശ്യത്തിനും രാത്രിയും പകലും എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരുന്നു. അവരവരുടെ വാർഡുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ജനറലായിട്ട് കോർപ്പറേഷൻ എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടി അതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. പിന്നെ രാത്രിയും പകലും കോർപ്പറേഷൻ ഭരണസമിതിയോടൊപ്പം മുഴുവൻ ജീവനക്കാരുണ്ടായിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞങ്ങൾ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചില താൽക്കാലിക ജീവനക്കാരെയൊക്കെ തന്നെ ഈ പൊങ്കാലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫീൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒരാൾ പോലും ലീവ് എടുക്കാതെ അവരെല്ലാവരും ജോലിക്ക് ഹാജരായി എന്നുള്ളതാണ്. ആ തൊഴിലാളികൾ അങ്ങേറ്റം തന്നെ, ആ ജീവനക്കാർ അങ്ങേറ്റം തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ് അക്കാര്യത്തിൽ. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി, ഞങ്ങളുടെ ഹെൽത്ത് ഓഫീസർ, 3 ഹെൽത്ത് സൂപ്പർവൈസർമാർ, അവരൊക്കെ തന്നെ, ഇനി ഞാൻ അവരുടെ മാത്രം പോസ്റ്റ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ, അവരാണല്ലോ ഈ ടീമിൻ്റെ മാനേജ് ചെയ്യുന്നത്. അവരുൾപ്പെടെ രാത്രിയും പകലും ഭരണസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. സംസ്ഥാന സർക്കാരിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയുന്നില്ല, എന്നാൽ KSRTC, അതോടൊപ്പം തന്നെ പോലീസ്, 1700 വനിതാ പോലീസുകാരെ മാത്രം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിച്ചിരുന്നു. കാരണം കൂടുതൽ ഭക്തജനങ്ങൾ വരുമെന്നുള്ള ഒരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വനിതാ പോലീസിനെ കൂടുതൽ നിയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ തന്നെ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വനിതാ പോലീസ് ഒരുപാടുണ്ടായിരുന്നു. ഈ മാല പൊട്ടിക്കൽ, പോക്കറ്റടി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള സംഘങ്ങൾ വരുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ സേവനം ഇവിടെ ലഭ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. CCTV കൃത്യമായിട്ട് നിരവധി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് വളരെ വലിയൊരു ഇടപെടലാണ് ഉണ്ടായത്. അതോടൊപ്പം റെയിൽവേ, ആരോഗ്യ വിഭാഗം, സംസ്ഥാന ആരോഗ്യ വിഭാഗം, ഫയർ ആൻഡ് സേഫ്റ്റി, ഇവരൊക്കെ തന്നെ നന്നായിട്ട്, ഫയർഫോഴ്സൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ആറ്റുകാൽ ടെമ്പിൾ ട്രസ്റ്റ് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നടന്ന ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പെർമിഷൻ കിട്ടാത്തൊരു സാഹചര്യം വന്നിരുന്നു. കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങളുടെ ഒരു യോഗത്തിൽ വന്ന പ്രതിനിധി ആ പെർമിഷൻ കിട്ടിയില്ലെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്ത വന്നു. അപ്പോൾ സെക്രട്ടറി ഞങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ട് അടിയന്തരമായിട്ട് 2 കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ ശ്രീ സുരേഷ് ഗോപിയോട് ഇക്കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾ ഈ അറിയുന്ന ശനിയാഴ്ചയാണ് ഞങ്ങളതിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഞായറാഴ്ച, എങ്കിലും ജോർജ് കുര്യൻജിയുടെ ഓഫീസിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരെ, അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള 2 ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ നിയോഗിച്ചു. ഒരാൾ ബഹുമാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്ജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ട്രസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള ഹെലികോപ്റ്റർ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വിമാനം കിട്ടിയില്ലെങ്കിൽ, അത് ഡിഫൻസിൽ നിന്നും ഒരു വിമാനം കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ വേണ്ടി ഒരു ഓഫീസർ, മറ്റൊരാൾ ആറ്റുകാൽ ട്രസ്റ്റ് ചോദിച്ച വിമാനത്തിന് പെർമിഷൻ കിട്ടാൻ വേണ്ടി രാജീവ് ഗാന്ധി ഏവിയേഷൻ, അവർക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധപ്പെടാൻ വേണ്ടി ഒരാൾ, ഇവർ ഒരു ഞായറാഴ്ച മുഴുവൻ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എയർപോർട്ടിൽ ഉപരാഷ്ട്രപതിയോടൊപ്പം വന്നപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ അവിടെ എയർപോർട്ടിനകത്ത് നിന്ന് തന്നെ ഫോണിൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്ററെ വിളിച്ചു മേയർക്ക് തന്നു. മേയർ ഇവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു പരിശ്രമം എന്നുള്ളതിലേക്ക് ഒരുപക്ഷെ പ്രോട്ടോകോൾ ലംഘനമായിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ചെന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് കാര്യം സൂചിപ്പിച്ചു. ആവശ്യമാണെങ്കിൽ രാജ്നാഥ് സിംഗ്ജിയുടെ, അതായത് രാജീവ് ഗാന്ധി ഏവിയേഷൻ ആ കമ്പനിക്ക് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ രാജ്നാഥ് സിംഗ്ജിയുടെ ഓഫീസുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ പരിശ്രമിക്കുക, ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ടാൽ
ഇടപെടാമെന്ന് ഉപരാഷ്ട്രപതിയും പറഞ്ഞു. നമ്മൾ അത്രത്തോളം വലിയ പരിശ്രമം നടത്തും. എന്നാലും പിറ്റേ ദിവസം തിങ്കളാഴ്ച ഒരു 12 മണിയോടുകൂടി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ മേയറെ തന്നെ വിളിച്ചിട്ട് ഹെലികോപ്റ്റർ വിമാനത്തിന് സാങ്ഷൻ തന്നിട്ടുണ്ട്, പുഷ്പവൃഷ്ടി സാങ്ഷൻ തന്നിട്ടുണ്ട് പറയുകയായിരുന്നു. ആറ്റുകാൽ ട്രസ്റ്റ് രേഖാമൂലം ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെടണം എന്ന്, ഹെൽപ്പ് വേണമെന്ന് ആറ്റുകാൽ ട്രസ്റ്റ് രേഖാമൂലം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൊങ്കാല വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെ വിജയമായിരുന്നു, ആ കൂട്ടായ്മയുടെ വിജയമായിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, നിരവധി ആരാധനാലയങ്ങൾ, ഇസ്ലാമിക ക്രൈസ്തവ ആരാധനാലയങ്ങളൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഭവനങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. ഇത്തവണ കൂടുതലായി അവരുടെയൊക്കെ തന്നെ ഇടപെടലുകൾ എന്താണ് ആവശ്യമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിരവധി പേർ, ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഇപ്പോൾ HS ഒക്കെ വെളുപ്പിനാണ് പോയിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ കണക്കെല്ലാം ഒന്ന് ടാലിയാക്കി ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. ഒരുപാട് പേർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട്. അത് അടുത്ത ഘട്ടത്തിൽ പറയാം. അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി നൂറുകണക്കിന് സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങി സഹായിച്ചു. ഇപ്പോൾ സേവാഭാരതിയൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ 2 ദിവസം മുൻപ് തന്നെ സേവാഭാരതി ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന് ശേഷം അവർ നഗരം വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കോർപ്പറേഷൻ്റെ മെഷീനറി വെച്ച് തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവർക്കൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. റെസിഡൻസ് അസോസിയേഷൻ, വിവിധ ക്ഷേത്ര കമ്മിറ്റികൾ, ക്ഷേത്ര ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ, ഇവർക്കൊക്കെ തന്നെ സഹകരിച്ച എല്ലാവർക്കും കോർപ്പറേഷൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു 3500 അടുപ്പിച്ച് തൊഴിലാളികളെയാണ് നിയോഗിച്ചിരുന്നത്, ജീവനക്കാർ. കോർപ്പറേഷൻ്റെ ശുചീകരണ തൊഴിലാളികൾ അല്ലാതെ താൽക്കാലികമായിട്ട് ഹയർ ചെയ്തുൾപ്പെടെ. അതിൻ്റെ കറക്റ്റ് ഡിവിഷനൊക്കെ അടുത്ത ദിവസങ്ങളിൽ തരാം. 210 ടിപ്പർ ലോറികളാണ് ഉപയോഗിച്ചിരുന്നത്. JCB ഉണ്ടായിരുന്നു 4 എണ്ണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ നിരത്തുകളിൽ യാത്ര ചെയ്ത്, നിങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം നിരത്തുകൾ യാത്ര ചെയ്താൽ അറിയാം ചുടുകല്ലില്ല. ചുടുകല്ല് എല്ലായിടത്തും മാറി. അപ്പോൾ ഈ ചവർ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ല് മാറ്റുകയായിരുന്നു. ചുടുകല്ല് ഞങ്ങൾ മാറ്റിയിട്ട് ചാല ബോയ്സ് സ്കൂളിൽ ചേർത്ത്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിശ്ചയിച്ച 8:30 മണിക്ക് തന്നെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് നഗരത്തിൽ 280 ടാങ്കർ വെള്ളം കൊണ്ടുവന്നിട്ട് നഗരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഇന്നലെ സാധിച്ചു. അപ്പോൾ ചുടുകല്ലും ഈ പൊങ്കാലയുടെ മറ്റു വിറക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഒരേ സമയം തന്നെ മാറ്റി ചുടുകല്ല് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു, മറ്റെല്ലാം തന്നെ നമ്മൾ ഡംപിങ് യാർഡുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രധാനമായിട്ടും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നന്നായിട്ട് സഹായിച്ചു. ചെറിയ ചെറിയ ആശങ്കകൾ ചില സമയത്ത് വന്നെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് മനോഹരമായിട്ട് തരണം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്.